ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് വയനാട് വരെ പോയി വരാം. വയനാടെന്ന് പറയുമ്പോഴേക്കും ആളുകൾ ചിന്തിക്കുക ഒന്നെങ്കിലും ഒരു സ്റ്റേക്കേഷൻ, അതും അല്ലെങ്കിൽ ചുമ്മാ സ്ഥലമൊക്കെ കണ്ട് അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ അല്ലേ. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നത് അതിനൊന്നും അല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ചീച്ചീൻ്റെ വീട് വയനാട്ടിലാണ്. അതായത് കല്യാണം കഴിച്ച് കൊണ്ടുപോയത് വയനാട്ടിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ പോയ സൗണ്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ വല്യമ്മയുടെ മോൻ, അതായത് എൻ്റെ ഏട്ടന് ചെറിയൊരു സർജറി പെട്ടെന്ന് വേണ്ടി വന്നു. ഈ അടുത്തൊരു അപകടം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റതേ ഉള്ളൂ, അപ്പോഴേക്കാണ് അടുത്ത് വന്നത്. എന്തായാലും വിളിച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞങ്ങളൊന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പുതിയ ഫോണിൻ്റെ ക്യാമറ അടിപൊളി ആയതുകൊണ്ട് തന്നെ നല്ല നല്ല കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റി. പെർഫെക്ഷനൊന്നും നിങ്ങളങ്ങനെ ചൂണ്ട് നോക്കണ്ട, കാരണം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഇനി അടുത്തടുത്ത് ഓരോ വ്ളോഗ് ചെയ്യുമ്പോൾ ബെറ്ററായി വരുമായിരിക്കും. ഏതോ നല്ല മനുഷ്യന്മാർ കൊടുത്ത പഴങ്ങളാട്ടോ അവർ കഴിക്കുന്നത്. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അവരെ കണ്ടപ്പോഴുള്ള സന്തോഷത്തിലെല്ലാം മറന്നുപോയി. ഞാൻ വിചാരിച്ചത് രോഗി ഒരു ഭാഗത്ത് അടങ്ങി കിടക്കുകയായിരിക്കും എന്നാണ്. പക്ഷെ ആൾ ഭയങ്കര ആക്റ്റീവായി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും മൂടും മാറിയും ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ചെക്കനെ ആരും നിലത്ത് വെച്ചിട്ടില്ല, എല്ലാവരും മാറി മാറി എടുക്കുകയായിരുന്നു. മോക്കാണെങ്കിൽ അവളുടെ വൈബിന് പറ്റി ചേച്ചിമാരോടുള്ളത് കൊണ്ട് എനിക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടി വന്നതേയില്ല. എൻ്റെ വല്യമ്മേൻ്റെ അടുത്ത് ആര് പോയാലും ഭക്ഷണത്തിന് ഒരു കുറവ് ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് എത്ര തന്നിട്ടും വല്യമ്മയ്ക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഇതാ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സുന്ദരി മണി. അതിൻ്റെ ഒരു ചെറിയ മണി ഇതാ ഇവിടെ കിടക്കുന്നു അല്ലേ. എൻ്റെ ഈ 2 പിള്ളേരും വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വൻ സപ്പോർട്ടായിരുന്നു. വൈകിട്ട് തന്നെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിൽ വന്ന ഞങ്ങളെ എല്ലാവരും കൂടെ ലോക്കാക്കി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരമാണ് അവിടുന്ന് പോയത്. ഇത് അവിടുത്തെ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. അവിടെ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ എന്തൊരു രസമാണെന്നറിയോ. നല്ല മഞ്ഞുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ രാവിലെ തന്നെ പോയി ആവാഹിച്ചെടുത്തിട്ടുണ്ട്. റിസൾട്ട് എനിക്ക് അധികം വൈകാതെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടിപ്പോയാൽ ഒരു പനി വരട്ടെ. ഇതൊക്കെ മിസ് ചെയ്താൽ പിന്നെ ലൈഫിൽ എന്താ ഉള്ളതല്ലേ. തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം വയനാട്ടിലെത്തുന്ന ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാട്ടോ ഇത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ്. ഈ വീടിനോട് എനിക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാനിവിടെ നിൽക്കാൻ വരുന്ന സമയത്ത് പണ്ട് ഈ വീടായിരുന്നില്ല, വേറൊരു കുഞ്ഞു വീടായിരുന്നു താഴത്ത്. അവിടെയും ഞാൻ നിന്നിട്ടുണ്ട്, ഈ വീട്ടിലും ഞാൻ നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്കൊക്കെ നടക്കാനിങ്ങനെ പോകും. അപ്പോൾ ഇവിടെയുള്ള കുറേ പേരെ എനിക്കറിയാം, അവർക്ക് എന്നെ അറിയാം. ഞങ്ങൾ ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അതിൽ മറക്കാത്ത കുറച്ച് പേരാണ് മുത്തിയമ്മ, യശോദാമ്മ, മുത്തു, അങ്ങനെ കുറച്ച് പേര്. പിന്നെ കുറേ പേരറിയാത്ത ആളുകളുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വയനാട്ടിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പം ഞാനിങ്ങനെ നടക്കാൻ പോയ സമയത്ത് ഇവരൊക്കെ എൻ്റെ പേരെടുത്ത് വിളിക്കുന്നു. അതിൽ കുറച്ച് പേര് വീഡിയോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോളുടെ വേറൊരു മുഖം ഞാനിവിടുന്ന് കണ്ടു കേട്ടോ. അവൾ അത്ര തണുപ്പായിട്ട് പോലും നേരത്തെ എഴുന്നേറ്റ് പുറത്ത് പോയിട്ട് ഭയങ്കര കളിയായിരുന്നു. കുറച്ച് നേരം ചേച്ചിമാരുടെ കൂടെ ആണെങ്കിൽ കുറച്ച് നേരം പൂച്ചകളുടെ കൂടെ, അതും അല്ലെങ്കിൽ കോഴികളുടെ കൂടെ, അങ്ങനെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. മോൻ തലയിൽ തൊപ്പിയിടാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങളൊരു തോർത്ത് കെട്ടിയതായിരുന്നു. വല്യമ്മ തന്ന ക്യാപ്പ് എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിട്ട് കുറച്ച് പട്ടിഷോ നടത്തുകയാണേ. ഇത് ഞങ്ങളുടെ സ്വന്തം ശ്രീദേവി കുട്ടി, ഞങ്ങളുടെ ഏട്ടത്തി അമ്മ. ഞങ്ങൾ തമ്മിലൊരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് കേട്ടോ. ബോണ്ടേ അല്ല, ബോണ്ട്. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ കാണാറുള്ളൂ കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒക്കെ ആ സ്നേഹം അതുപോലെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ നിൽക്കട്ടെ. വല്യമ്മേൻ്റെ സ്പെഷ്യൽ പത്തിരി. ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടിടയ്ക്ക് വരണം എന്ന് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ മോൻ ഉള്ള 2 പല്ലും വെച്ച് നന്നായിട്ട് ചവയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വീഡിയോ പിന്നെ ഞാൻ എൻ്റെ വീഡിയോഗ്രാഫിയിലുള്ള കഴിവ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ. ഇതിനെപ്പറ്റി വലിയ ധാരണയുള്ള ആൾക്കാർ വലിയ കമൻ്റ് ഒന്നും പറയണ്ട കേട്ടോ. എൻ്റെ മോള് കണ്ടില്ലേ, തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാരാന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യശോദാമ്മ. എൻ്റെ കല്യാണം കഴിഞ്ഞൊന്നും ആളറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വല്യച്ഛനും മക്കളും കൂടെ ഒരു അത്യാവശ്യത്തിന് പുറത്തു പോവാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അവർ പോയി വരുമ്പോഴേക്കും ഇവിടുത്തെ ചെറിയ പുത്രിയുടെ കുറച്ച് കലാവിരുദ്ധകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചെറിയ മോളുണ്ടാക്കിയതാണ് കേട്ടോ. അവർ വരാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് കടന്നു. മോനെ കിടത്തി ഉറക്കി അമ്മേൻ്റെ കയ്യിൽ ഭദ്രമായി കൊടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ വയലിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു പട്ടിക്കൂട്ടനെങ്കിലും ഇല്ലാത്ത വീട് ഞാൻ കണ്ടില്ല. ഓരോ വീടിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴും അവർക്കൊക്കെ എന്നെ അറിയാം, പക്ഷെ എനിക്ക് അവരറിയില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവരെയും അറിയണം എന്നില്ലല്ലോ. വിശേഷം ചോദിക്കുന്നത് എൻ്റെ മാത്രമല്ല കേട്ടോ. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. അവരും എന്നെ പോലെ പോപ്പുലറായ 2 ആൾക്കാരാണ്. ഇത് അവിടുത്തെ ഒരു കുട്ടി തേയിലത്തോട്ടാണ് കേട്ടോ.
മോളെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ നല്ല പേടിയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് കുറേ പേര് പറഞ്ഞു താഴേക്ക് അധികം പോകണ്ട, അവിടെ പന്നിയുണ്ട്, കടുവയുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ നമുക്ക് ധൈര്യം തന്ന് മുന്നോട്ട് നയിക്കുന്നൊരു വ്യക്തി. ആ ഒരു റോളിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നത് എൻ്റെ ശ്രേയക്കുട്ടനാണ് കേട്ടോ. എനിക്ക് പേടിച്ചിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ അവൾ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഇതൊക്കെ അല്ലേ ചേച്ചി ലൈഫ്, ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുക്കണം ചേച്ചി, ഒന്നും നോക്കണ്ട, നേരെ നടക്ക്, ഇവിടെ ഞാൻ ഇന്നേ വരെ ഒരു പുലിയും പന്നിയും കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വന്നു, അങ്ങ് നടക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ മുത്തുവല്ലേ, മുത്തുവിൻ്റെ വീടിൻ്റെ മുന്നിലൂടെ വേണം നമുക്ക് വയലിലേക്ക് പോകാൻ. മുത്തുവിന് എന്നെ ഓർമ്മയുണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ട്. 2 ഉണ്ട്. ഇളയതൊരു കുഞ്ഞു വാവ, 11 മാസം. ഇവിടെ വന്നീനോ? അതെപ്പോ? ഇന്നലെ രാത്രി ആരാ വന്ന 7:15 ബസ് വരുന്ന സമയത്ത് ഒരാൾ വന്നിരുന്നു. മുഖൻ, സുമുഖൻ, അതെന്റെ ഭർത്താവാണ്. കടുവയും പന്നിയൊക്കെ ഉണ്ട്. എത്ര കൂളായിട്ട്. ഇറ്റ്സ് ഓക്കെ മോളെ, ഒരു പ്രാവശ്യം തിന്നല്ലേ ഉള്ളൂ. എടി എന്തൊക്കെയോ കാലൊച്ച കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നേ തിരിച്ചു പോണേന്ന് ഞാനൊരു 500 പ്രാവശ്യം പറയുന്നുണ്ട്. അതിനനുസരിച്ച് അവൾ എനിക്ക് മോട്ടിവേഷൻ ക്ലാസ് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് വയൽ കാണിച്ചെന്നപ്പോൾ കുറച്ചൊരു ധൈര്യമായി. എന്നിട്ടും പോണോ പോണ്ടേന്ന് നിൽക്കുമ്പോഴാണ് അവിടെ കുറേ ചേട്ടന്മാർ പണിയെടുക്കുന്നത് കണ്ടു. അപ്പം നല്ല ധൈര്യമായി. എന്ത് വന്നാലും ഇനി വയലിൽ പോയിട്ടേ കാര്യമുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഫൈനലി നമ്മൾ വയലെത്തി. അതും ശരിയാണ്. വയലിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. കണ്ണൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. പ്രായമായി വരുന്നതിൻ്റെ എല്ലാ ലക്ഷണവും കാണിച്ചു തുടങ്ങുന്നുണ്ട്. പണ്ട് ഇവിടെ വന്നതായിട്ട് എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് ഇങ്ങനെ ആയിരുന്നില്ല. കാണിച്ചാ ആര് കൂക്? അയ്യോ അടിപൊളി അടിപൊളി. ദൈവമേ, എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് കിട്ടിയൊരു ഫീലായിരുന്നു. ചിലപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായിരിക്കില്ല, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ശരിക്കും ഒന്ന് നോക്കാത്തത് കൊണ്ട് കാണാത്തതായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പൊടി തട്ടിയെടുക്കാനുണ്ട്. അങ്ങനെ ഏതോ കുളം കാണിച്ചിരാന്നും പറഞ്ഞ എൻ്റെ ശ്രേയമോളെ എങ്ങോട്ടേക്കോ എന്നെ കൊണ്ടുപോയി. ഏതൊക്കെ വഴി പോയിട്ട് ഞങ്ങൾ കുളം കണ്ടില്ല. ഹലോ ഗൈസ്, ഞങ്ങളെ വഴി തെറ്റിച്ചിരിക്കുകയാണ്. ഈ കുട്ടി ഞങ്ങളിനി എവിടേക്കോ പോകേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല ഭഗവാന്. മോള് നടന്നൊരു സൈഡായി. ഇനി ആരെങ്കിലും എടുക്കാതെ ഞാനൊരടി മുന്നോട്ടില്ലെന്ന ഒറ്റ വാശിയിലായി. പിന്നെ ചേച്ചി എടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അവളെന്നെ വെറുതെ വിട്ടില്ല ഗൈസ്. ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ ഒക്കത്തേക്ക് ചാടി. അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുക എന്നല്ലാതെ കുളം കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ ശ്രമം അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ അവിടെ തന്നെ മൂപ്പന്മാരുടെ ഒരു കാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അല്ല ഇതാണ് കാവ്. എവിടെ? അതോ കാണിച്ചാ? അതോ ഓക്കെ ഓക്കെ. ഇതാണ് അമ്പലം, മൂപ്പന്മാരുടെ അമ്പലം. നമുക്ക് കയറാൻ പറ്റുമോ? നമുക്ക് കയറാൻ പറ്റുമോ? പക്ഷെ കുളിക്കണം, നല്ല ശുദ്ധിയിലേക്ക് കയറണം, അല്ലെങ്കിൽ പണി കിട്ടും. ഞങ്ങൾ അത്ര അടുത്തേക്കൊന്നും പോയില്ല, കാരണം ഞങ്ങൾ 3 പേരും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ വിചാരിച്ചു കുറച്ച് വെയിലൊക്കെ ആവട്ടെ, മെല്ലെ കുളിക്കാമെന്ന്. തണുത്ത വെള്ളവും ഞാനും പണ്ടേ ശത്രുക്കളാണ്. എനിക്കത് കുടിക്കാനും പറ്റില്ല, എനിക്ക് കുളിക്കാനും പറ്റില്ല. രണ്ടും എനിക്ക് ആപത്താണ്. ഒരു 2 ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചാൽ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് തൊണ്ടവേദനയായിരിക്കും. ഇനി കുളിക്കുകയാണെങ്കിൽ പിന്നെ ഒടുക്കത്തെ ചെവിവേദന. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരാറില്ല. ഇത് കൂടെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ അവിടുത്തെ ചേട്ടൻ്റെ ലവറൊക്കെ. അതുവരെ നാട്ടുകാർക്ക് മൊത്തം അറിയോ ലവറുള്ള കാര്യം? ഞാനിപ്പോൾ വ്ളോഗിൽ കൂടെ പറഞ്ഞാൽ നാട്ടുകാരെ അറിയില്ലേ? ഞാനെന്നാ പറയുന്നുണ്ട്. എടി പോയേ? ആ മമ്മ പോയി. വീടെത്തിയോ? എവിടെ? ഈശ്വരാ, എവിടെയെങ്കിലും ഉണ്ടാവും കാസ്താവേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു.
നേരെ പൂച്ചക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. എൻ്റെ ചെക്കന് ഫ്ലാറ്റിൽ നീങ്ങി പൂച്ചേനെ മാത്രം കാണാൻ കിട്ടാറില്ല. എവിടെ പൂച്ചക്കുട്ടി? എവിടെ പൂച്ചക്കുട്ടി? ദൈവന് പൂച്ചക്കുട്ടി എവിടെ? ഇതാ ഫോട്ടോ എടുക്കുന്നുണ്ടേ. നിൽക്കൂ അമ്മോ, പേടിക്കണ്ട. എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? പിന്നെ അടുത്ത കാര്യപരിപാടിയിലേക്ക് കടന്നു, ചായ കുടിക്കൽ. ഉച്ചയ്ക്ക് നല്ല ചിക്കൻ കറിയും ചോറും ആയതുകൊണ്ട് തന്നെ നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊന്നും കുടിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, എന്നാലും ഇങ്ങനെയൊക്കെയോ കുടിച്ചു. പിന്നെ അവിടേക്ക് ആരോ ഒരു കരിമ്പ് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പാവമായ യശോദാമ്മ വെട്ടി കഷ്ണങ്ങളാക്കി ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ നിങ്ങളെ ചുറ്റും നോക്കിയാൽ എത്ര പേരെ കിട്ടും? ആ എണ്ണം വളരെ കുറവായിരിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ യാത്രയും നമ്മളെ ഓരോ കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക. ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ അത് മോശമായിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ ഈ കുറേ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ സഹായിച്ചേക്കാം. വരും സുഹൃത്തുക്കളെ, നമുക്ക് റിയാലിറ്റിയിലേക്ക് പോവാം. എൻ്റെ ചെക്കൻ അടുത്ത മാസം 1 വയസ്സ് തികയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാട്ടോ. ഇതെൻ്റെ ഒരു കുഞ്ഞനിയത്തിയാണ് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇവളാണ് കേട്ടോ മെയിൻ. ഇദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ. ഈ രോഗിയെ കാണാനാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. അങ്ങനെ ഏട്ടനുമായിട്ടുള്ള കത്തിയടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ നേരെ വെല്ലിച്ചൻ്റെ അടുത്തേക്ക് പോയി. വെല്ലിച്ചൻ എനിക്ക് വേണ്ടിയുള്ള കസ്തൂരി മഞ്ഞൾ എടുക്കുകയായിരുന്നു. ഞാൻ എപ്പോൾ വയനാട് പോയാലും വെല്ലിച്ചൻ എനിക്കിത് തരാറുണ്ട് കേട്ടോ. ഓഹോ, അതാണോ? കിട്ടി മോനെ. മതി. ഒരു കവറിൽ കിട്ടോ? ഞാൻ പോകുന്നതിന് കാര്യം എനിക്കിങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര പറയുമ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കാറിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ വീഡിയോ എടുത്തു വെച്ചത് എത്ര നന്നായെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂക്ക് അവിടെ നിന്ന് പോരുമ്പം ആകെ വേണ്ടിയിരുന്നത് ആ സ്നേക്കിന് മാത്രമായിരുന്നു കേട്ടോ. അതിനെയും പിടിച്ച് നടക്കുന്ന നടത്തം കണ്ട് ചിരിക്കുക കേട്ടോ എല്ലാവരും. ആരൊക്കെയോ പേടിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം എടുത്തത്. ഇനി ഏതൊക്കെ പിള്ളേരുടെ അച്ഛനമ്മമാരോട് ഞാൻ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വിടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ബോർഡ് കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ. ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. അതുവരേക്കും ബായ്.